വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സംഖ്യയുടെ പുസ്തകം 29-ാം അധ്യായം. 7-ാം മാസം മാസത്തിന്റെ 1-ാം തീയതി നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. അത് നിങ്ങൾക്ക് കാഹളഘോഷ ദിനമായിരിക്കും. കർത്താവിന് സുരഭില പരിമളത്തിനുള്ള ഹോമയാഗമായി ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ളതും തികവുറ്റതുമായ 7 ആൺ ചെമ്മരിയാടുകൾ എന്നിവ അർപ്പിക്കണം. അവയുടെ ധാന്യയാഗമായി മൂരിയൊന്നിന് എണ്ണ ചേർത്ത് നേരിയ മാവ് 3 ഇസറോൻ, മുട്ടാടൊന്നിന് 2 ഇസറോൻ, ആൺചെമ്മരിയാട് ഒന്നിന് 7 ആൺചെമ്മരിയാടുകൾ 1 ഇസറോൻ എന്നിവയും നിങ്ങളെ പ്രതി പരിഹാരം ചെയ്യാൻ പാപമുക്തി യാഗത്തിനുള്ള ഒരു കോലാട്ടിൻ മുട്ടനും വേണം. അതിനു പുറമെയാണ് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമള അർപ്പണമായി അമാവാസിയുടെ ഹോമയാഗം, അതിൻ്റെ ധാന്യയാഗം, അനുദിന ഹോമയാഗം, അതിൻ്റെ ധാന്യയാഗം, വിധിപ്രകാരമുള്ള അവയുടെ പാനീയാർപ്പണങ്ങൾ എന്നിവ. ഈ 7-ാം മാസത്തിന്റെ 10-ാം തീയതി നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം. നിങ്ങൾ സ്വയം എളിമപ്പെടുത്തണം, ജോലിയൊന്നും ചെയ്യരുത്. ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള 7 ആൺചെമ്മരിയാടുകൾ എന്നിവയെ കർത്താവിന് സുരഭില പരിമള ഹോമയാഗമായി നിങ്ങൾ കാഴ്ചവെക്കണം. അവ തികവുറ്റതായിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അവയുടെ ധാന്യയാഗമായി മൂരിക്ക് എണ്ണ ചേർത്ത് നേരിയ മാവ് 3 ഇസറോൻ, മുട്ടാടൊന്നിന് 2 ഇസറോൻ, ആൺചെമ്മരിയാടൊന്നിന് 7 ആൺചെമ്മരിയാടുകൾ 1 ഇസറോൻ എന്നിവയും പാപമുക്തി യാഗത്തിനുള്ള ഒരു കോലാട്ടിൻ മുട്ടനും കൂടാതെ പരിഹാരങ്ങളുടെ ഒരു പാപമുക്തിയാഗം, അനുദിന ഹോമയാഗം, അതിൻ്റെ ധാന്യയാഗം, അവയുടെ പാനീയാർപ്പണങ്ങൾ എന്നിവയും വേണം. 7-ാം മാസത്തിന്റെ 15-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. 7 ദിവസങ്ങൾ കർത്താവിന് നിങ്ങൾ തിരുനാൾ ആഘോഷിക്കണം. അഗ്നിയിലുള്ള സുരഭില പരിമള അർപ്പണമായി നിങ്ങൾ കർത്താവിന് ഹോമയാഗം അർപ്പിക്കേണ്ടത് 13 മൂരിക്കിടാവുകൾ, 2 മുട്ടാടുകൾ, 1 വയസ്സുള്ള 14 ആൺചെമ്മരിയാടുകൾ എന്നിവയാണ്. അവ തികവുറ്റതായിരിക്കണം. അവയുടെ ധാന്യയാഗമായി 13 മൂരികൾക്ക് മൂരിയൊന്നിന് എണ്ണ ചേർത്ത് നേരിയ മാവ് 3 ഇസറോൻ, 2 മുട്ടാടുകൾക്ക് മുട്ടാടൊന്നിന് 2 ഇസറോൻ, 14 ആൺചെമ്മരിയാടുകൾക്ക് ആൺചെമ്മരിയാട് ഒന്നിന് 1 ഇസറോൻ എന്നിവയും പാപമുക്തി യാഗത്തിനുള്ള ഒരു കോലാട്ടിൻ മുട്ടനും കൂടാതെ അനുദിന ഹോമയാഗം, അതിൻ്റെ ധാന്യയാഗം, അതിൻ്റെ പാനീയാർപ്പണം എന്നിവയും വേണം. 2-ാം ദിവസം 12 മൂരിക്കിടാവുകൾ, 2 മുട്ടാടുകൾ, 1 വയസ്സുള്ള തികവുറ്റ 14 ആൺചെമ്മരിയാടുകൾ എന്നിവയും മൂരികൾക്കും മുട്ടാടുകൾക്കും ആൺചെമ്മരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാന്യയാഗം, പാനീയാർപ്പണങ്ങൾ എന്നിവയും പാപമുക്തി യാഗത്തിനുള്ള ഒരു കോലാട്ടിൻ മുട്ടനും കൂടാതെ അനുദിന ഹോമയാഗം, അതിൻ്റെ ധാന്യയാഗം, അവയുടെ പാനീയാർപ്പണങ്ങൾ എന്നിവയും വേണം. 3-ാം ദിവസം 11 മൂരികൾ, 2 മുട്ടാടുകൾ, 1 വയസ്സുള്ള തികവുറ്റ 14 ആൺചെമ്മരിയാടുകൾ എന്നിവയും മൂരികൾക്കും മുട്ടാടുകൾക്കും ആൺചെമ്മരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാന്യയാഗം, പാനീയാർപ്പണങ്ങൾ എന്നിവയും പാപമുക്തി യാഗത്തിനുള്ള ഒരു മുട്ടാടും കൂടാതെ അനുദിന ഹോമയാഗം, അതിൻ്റെ ധാന്യയാഗം, പാനീയാർപ്പണം എന്നിവയും വേണം. 4-ാം ദിവസം 10 മൂരികൾ, 2 മുട്ടാടുകൾ, 1 വയസ്സുള്ള തികവുറ്റ 14 ആൺചെമ്മരിയാടുകൾ എന്നിവയും മൂരികൾക്കും മുട്ടാടുകൾക്കും ആൺചെമ്മരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാന്യയാഗം, പാനീയാർപ്പണങ്ങൾ എന്നിവയും പാപമുക്തി യാഗത്തിനുള്ള ഒരു കോലാട്ടിൻ മുട്ടനും കൂടാതെ അനുദിന ഹോമയാഗം, അതിൻ്റെ ധാന്യയാഗം, പാനീയാർപ്പണം എന്നിവയും വേണം. 5-ാം ദിവസം 9 മൂരികൾ, 2 മുട്ടാടുകൾ, 1 വയസ്സുള്ള തികവുറ്റ 14 ആൺചെമ്മരിയാടുകൾ എന്നിവയും മൂരികൾക്കും മുട്ടാടുകൾക്കും ആൺചെമ്മരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാന്യയാഗം, പാനീയാർപ്പണങ്ങൾ എന്നിവയും പാപമുക്തി യാഗത്തിനുള്ള ഒരു മുട്ടാടും കൂടാതെ അനുദിന ഹോമയാഗം, അതിൻ്റെ ധാന്യയാഗം, പാനീയാർപ്പണം എന്നിവയും വേണം. 6-ാം ദിവസം 8 മൂരികൾ, 2 മുട്ടാടുകൾ,
1 വയസ്സുള്ള തികവുറ്റ 14 ആൺചെമ്മരിയാടുകൾ എന്നിവയും മൂരികൾക്കും മുട്ടാടുകൾക്കും ആൺചെമ്മരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാന്യയാഗം, പാനീയാർപ്പണങ്ങൾ എന്നിവയും, ഒരു പാപമുക്തി യാഗത്തിനുള്ള ഒരു മുട്ടാടും കൂടാതെ അനുദിന ഹോമയാഗം, അതിൻ്റെ ധാന്യയാഗം, പാനീയാർപ്പണങ്ങൾ എന്നിവയും വേണം. 7-ാം ദിവസം 7 മൂരികൾ, 2 മുട്ടാടുകൾ, 1 വയസ്സുള്ള തികവുറ്റ 14 ആൺചെമ്മരിയാടുകൾ എന്നിവയും മൂരികൾക്കും മുട്ടാടുകൾക്കും ആൺചെമ്മരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാന്യയാഗം, പാനീയാർപ്പണങ്ങൾ എന്നിവയും, പാപമുക്തി യാഗത്തിനുള്ള ഒരു മുട്ടനാടും കൂടാതെ അനുദിന ഹോമയാഗം, അതിൻ്റെ ധാന്യയാഗം, പാനീയാർപ്പണം എന്നിവയും വേണം. 8-ാം ദിവസം നിങ്ങൾക്ക് സാഘോഷ സമ്മേളനം ഉണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായി നിങ്ങൾ കർത്താവിന് ഹോമയാഗം അർപ്പിക്കേണ്ടത് 1 മൂരി, 1 മുട്ടാട്, 1 വയസ്സുള്ള തികവുറ്റ 7 ആൺചെമ്മരിയാടുകൾ എന്നിവയും മൂരിക്കും മുട്ടാടിനും ആൺചെമ്മരിയാടുകൾക്കും അവയുടെ എണ്ണമനുസരിച്ചും വിധിപ്രകാരവും അവയുടെ ധാന്യയാഗം, പാനീയയാഗങ്ങൾ എന്നിവയും, പാപമുക്തി യാഗത്തിനുള്ള ഒരു മുട്ടാടും കൂടാതെ അനുദിന ഹോമയാഗം, അതിൻ്റെ ധാന്യയാഗം, പാനീയാർപ്പണം എന്നിവയുമാണ്. നിങ്ങളുടെ നേർച്ചകൾക്കും സ്വാഭീഷ്ട കാഴ്ചകൾക്കും പുറമെ നിങ്ങളുടെ ഹോമയാഗങ്ങളായും ധാന്യയാഗങ്ങളായും പാനീയാർപ്പണങ്ങളായും സമാധാനയാഗങ്ങളായും നിങ്ങളുടെ സമാഗമങ്ങളിൽ നിങ്ങൾ ഇവ കർത്താവിന് സമർപ്പിക്കണം. സംഖ്യയുടെ പുസ്തകം 30-ാം അധ്യായം. കർത്താവ് മോശയോട് കൽപ്പിച്ചതെല്ലാം അനുസരിച്ച് ഇസ്രായേലരോട് മോശ പറഞ്ഞു. ഇസ്രായേലി ഗോത്രങ്ങളുടെ തലവന്മാരോട് മോശ ഇപ്രകാരം സംസാരിച്ചു: ഇതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കാര്യം. ഒരുവൻ കർത്താവിന് നേർച്ച നേരുകയോ തൻ്റെ ജീവൻ കടപ്പെടുത്തും വിധം ശപഥം ചെയ്യുകയോ ചെയ്താൽ അവൻ തൻ്റെ വാക്ക് നിരർത്ഥകമാക്കരുത്. ഉരുവിട്ട പ്രകാരം എല്ലാം അവൻ ചെയ്യണം. ഒരു സ്ത്രീ തൻ്റെ യൗവനത്തിൽ പിതൃഭവനത്തിലായിരിക്കെ കർത്താവിന് നേർച്ച നേർന്ന് ബാധ്യത വരുത്തി വയ്ക്കുന്നു എന്നിരിക്കട്ടെ. അവളുടെ പിതാവ് അവളുടെ നേർച്ചയെപ്പറ്റിയും അവൾ സ്വയം കടപ്പെടുത്തിയ ശപഥത്തെപ്പറ്റി കേട്ടിട്ടും അവളോട് നിശബ്ദനാകുന്നെങ്കിൽ അവളുടെ നേർച്ചകളെല്ലാം നിലനിൽക്കും. അവൾ സ്വയം കടപ്പെടുത്തിയ ഓരോ ബാധ്യതയും നിലനിൽക്കും. എന്നാൽ അവളുടെ പിതാവ് അവളുടെ നേർച്ചകളെയെല്ലാം പറ്റി കേൾക്കുന്ന ദിവസം അവളെ തടഞ്ഞാൽ അവൾ സ്വയം കടപ്പെടുത്തിയ ബാധ്യത നിലനിൽക്കുകയില്ല. അവളുടെ പിതാവ് അവളെ തടഞ്ഞതുകൊണ്ട് കർത്താവ് അവളോട് ക്ഷമിക്കും. ഒരു സ്ത്രീ തൻ്റെ മേൽ നേർച്ചക്കടമുള്ളപ്പോഴോ അവൾ സ്വയം കടപ്പെടുത്തിയ വ്യർത്ഥമൊഴികൾ ഉള്ളപ്പോഴോ ഭർതൃമതിയായാൽ അവളുടെ ഭർത്താവ് അത് കേട്ടിട്ടും കേൾക്കുന്ന ദിവസം അവൻ അതേപ്പറ്റി അവളോട് നിശബ്ദനാകുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അവളുടെ നേർച്ചകൾ നിലനിൽക്കും. അവൾ സ്വയം കടപ്പെടുത്തിയ അവളുടെ ബാധ്യതയും നിലനിൽക്കും. എന്നാൽ അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം അവളെ തടഞ്ഞാൽ അവളുടെ മേലുള്ള നേർച്ചയും അവൾ സ്വയം കടപ്പെടുത്തിയ വ്യർത്ഥമൊഴികളും അവൻ അസാധുവാക്കുന്നു. കർത്താവ് അവളോട് ക്ഷമിക്കും. വിധവയോ പരിത്യക്തയോ ആണ് സ്വയം കടപ്പെടുത്തിയതെങ്കിൽ ആ നേർച്ചയെല്ലാം അവളുടെ മേൽ നിലനിൽക്കും. ഒരുവൾ ഭർതൃഗ്രഹത്തിൽ വെച്ച് നേർന്നതിനെ പറ്റിയോ ശപഥത്താൽ സ്വയം കടപ്പെടുത്തുന്ന ബാധ്യതയെ പറ്റിയോ അവളുടെ ഭർത്താവ് കേൾക്കുകയും അവളോട് നിശബ്ദനായിരിക്കുകയും അവളെ തടയാതിരിക്കുകയും ചെയ്താൽ അവളുടെ എല്ലാ നേർച്ചകളും സ്വയം കടപ്പെടുത്തുന്ന ഓരോ ബാധ്യതയും നിലനിൽക്കും. എന്നാൽ അവളുടെ ഭർത്താവ് അതേപ്പറ്റി കേൾക്കുന്ന ദിവസം അവയെ തീർത്തും അസാധുവാക്കിയാൽ സ്വയം ബാധ്യതയായും നേർച്ചകളായും അവളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടവയൊന്നും നിലനിൽക്കുകയില്ല. അവളുടെ ഭർത്താവ് അവ അസാധുവാക്കിയതിനാൽ കർത്താവ് അവളോട് ക്ഷമിക്കും. സ്വയം എളിമപ്പെടുത്താനുള്ള ഏതു നേർച്ചയും ഏത് ബാധ്യതാ ശപഥവും ഉറപ്പിക്കുന്നത് അവളുടെ ഭർത്താവാണ്. അസാധുവാക്കുന്നതും ഭർത്താവ് തന്നെ. അവളുടെ ഭർത്താവ് അതേപ്പറ്റി ദിവസങ്ങളോളം അവളോട് തീർത്തും നിശബ്ദനായിരുന്നാൽ അവളുടെ മേലുള്ള എല്ലാ നേർച്ചകളുമാകട്ടെ അവളുടെ എല്ലാ കടങ്ങളുമാകട്ടെ അവൻ സ്ഥിരപ്പെടുത്തുന്നു. അവൻ അവ സ്ഥിരപ്പെടുത്തുന്നത് അതേപ്പറ്റി കേട്ട ദിവസം അവളോട് മൗനം അവലംബിച്ചതുകൊണ്ടാണ്. കേട്ടിട്ട് പിന്നീടാണ് അവൻ അവയെ പാടെ അസാധുവാക്കുന്നതെങ്കിൽ അവളുടെ കുറ്റഭാരം അവൻ വഹിക്കണം. പുരുഷനും അവന്റെ സ്ത്രീക്കുമിടയിലും പിതാവിനും പിതൃഭവനത്തിലുള്ള യുവതിയായ തൻ്റെ പുത്രിക്കുമിടയിലുമുള്ള ചട്ടങ്ങളായി ഇവയാണ് കർത്താവ് മോശയെ അനുശാസിച്ചത്. 110-ാം സങ്കീർത്തനം. എൻ്റെ യജമാനനോട് കർത്താവിൻ്റെ അരുളപ്പാട്: നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ ശക്തിയുടെ ചെങ്കോൽ അയക്കും.
ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. നിന്റെ കരുത്തിന്റെ ദിവസം സന്നദ്ധ സേവകരായി വിശുദ്ധിയുടെ ആടകളോടെ നിന്റെ ജനവും നിനക്ക് ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞായി നിന്റെ യുവാക്കളും ഉണ്ടായിരിക്കും. കർത്താവ് ഒരു ശപഥം ചെയ്തു, അവിടുന്ന് അത് പുനർവിചിന്തനത്തിന് വിധേയമാക്കുകയില്ല. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാകുന്നു. നാഥ, അങ്ങയുടെ വലത്തുവശത്തുള്ള അവൻ തന്റെ കോപദിനത്തിൽ രാജാക്കന്മാരെ തകർത്തിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ മൃതശരീരങ്ങൾ നിറച്ച് അവൻ വിധി നടത്തും. വിശാല ദേശത്തിന്റെ തലവനെ അവൻ തകർത്തിരിക്കുന്നു. വഴിയിൽ അവൻ അരുവിയിൽ നിന്ന് പാനം ചെയ്യും, അതിനാൽ അവൻ ശിരസുയർത്തും. 111 സങ്കീർത്തനം. ഹല്ലേലൂയ. സത്യസന്ധരുടെ സദസ്സിലും സമൂഹത്തിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ ഏറ്റുപറയും. കർത്തൃപ്രവൃത്തികൾ മഹനീയങ്ങളാണ്, അവയോട് ഇഷ്ടമുള്ള എല്ലാവരും തിരയുന്നതാണവ. അവിടുത്തെ കൃത്യം പ്രതാപവും പ്രാഭവവും നിറഞ്ഞതാണ്. അവിടുത്തെ നീതി നിത്യം നിലനിൽക്കുന്നു. തൻ്റെ വിസ്മയ കൃത്യങ്ങൾ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് ദയാലുവും ആർദ്രനുമാണ്. തന്നെ ഭയപ്പെടുന്നവർക്ക് അവിടുന്ന് ഭോജ്യം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി അനുസ്മരിക്കുന്നു. ജനതകളുടെ അവകാശം തൻ്റെ ജനത്തിന് നൽകേണ്ടതിന് തൻ്റെ പ്രവൃത്തികളുടെ ശക്തി അവിടുന്ന് അവർക്ക് വ്യക്തമാക്കി. അവിടുത്തെ കരവേലകൾ സത്യവും ന്യായവുമാണ്. അവിടുത്തെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യമാണ്. സത്യത്തിലും പരമാർത്ഥതയിലും പാലിക്കപ്പെടുന്ന അവ എന്നേക്കും നിത്യമായി പിന്തുണയ്ക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തിന് പരിത്രാണം വെച്ച് നീട്ടി. അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി അനുശാസിച്ചു. പരിശുദ്ധവും ഭീതിതവുമാണ് അവിടുത്തെ നാമം. ജ്ഞാനത്തിന്റെ ആരംഭം കർത്തൃഭയമാണ്. അവ പരിശീലിക്കുന്ന എല്ലാവർക്കും സുബുദ്ധിയുണ്ട്. അവിടുത്തെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 23 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ ജോസഫിന്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു. ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു. ഹേലി മത്താത്തിന്റെയും, മത്താത്ത് ലേവിയുടെയും, ലേവി മെൽക്കിയുടെയും, മെൽക്കി യാനിയുടെയും, യാനി ജോസഫിന്റെയും പുത്രൻ. ജോസഫ് മത്താത്തിയായുടെയും, മത്താത്തിയ ആമോസിന്റെയും, ആമോസ് നാവൂമിന്റെയും, നാവൂം ഹെസ്ലിയുടെയും, ഹെസ്ലി നഗായിയുടെയും പുത്രൻ. നഗായി മാത്തിന്റെയും, മാത്ത് മത്താത്തിയായുടെയും, മത്താത്തിയ സെമയിന്റെയും, സെമയിൻ യോസേക്കിന്റെയും, യോസേക്ക് യോദായുടെയും പുത്രൻ. യോദ യോഹന്നാന്റെയും, യോഹന്നാൻ റേസായുടെയും, റേസ സെറുബാബേലിന്റെയും, സെറുബാബേൽ സലാത്തിയേലിന്റെയും, സലാത്തിയേൽ നേരിയുടെയും പുത്രൻ. നേരി മെൽക്കിയുടെയും, മെൽക്കി അദ്ദിയുടെയും, അദ്ദി കോസാമിന്റെയും, കോസാം എൽമാദാമിന്റെയും, എൽമാദാം ഏറിന്റെയും പുത്രൻ. ഏർ ജോഷ്വായുടെയും, ജോഷ്വ എലിയേസറിന്റെയും, എലിയേസർ യോറീമിന്റെയും, യോറീം മത്താത്തിന്റെയും, മത്താത്ത് ലേവിയുടെയും പുത്രൻ. ലേവി ശിമയോന്റെയും, ശിമയോൻ യൂദായുടെയും, യൂദ ജോസഫിന്റെയും, ജോസഫ് യോനാമിന്റെയും, യോനാം ഏലിയാക്കിമിന്റെയും പുത്രൻ. ഏലിയാക്കിം മെലയായുടെയും, മെലയ മെന്നായുടെയും, മെന്ന മത്താത്തായുടെയും, മത്താത്ത നാഥാന്റെയും, നാഥാൻ ദാവീദിന്റെയും പുത്രൻ. ദാവീദ് ജെസയുടെയും, ജെസെ ഓബദിന്റെയും, ഓബദ് ബോവാസിന്റെയും, ബോവാസ് സാലായുടെയും, സാല നഹ്ഷോന്റെയും പുത്രൻ. നഹ്ഷോൻ അമിനാദാബിന്റെയും, അമിനാദാബ് അത്മിന്റെയും, അത്മിൻ അർണിയുടെയും, അർണി ഹെസ്രോന്റെയും, ഹെസ്രോൻ പെരേസിന്റെയും, പെരേസ് യൂദായുടെയും പുത്രൻ. യൂദ യാക്കോബിന്റെയും, യാക്കോബ് ഇസഹാക്കിന്റെയും, ഇസഹാക്ക് അബ്രാഹത്തിന്റെയും, അബ്രാഹം തേരായുടെയും, തേര നാഹോറിന്റെയും പുത്രൻ. നാഹോർ സെറൂഹിന്റെയും, സെറൂഹ് റവുവിന്റെയും, റവു പെലഗിന്റെയും, പെലഗ് ഏബറിന്റെയും, ഏബർ ഷേലായുടെയും പുത്രൻ. ഷേല കൈനാന്റെയും, കൈനാൻ അർഫക്സാദിന്റെയും, അർഫക്സാദ് ഷേമിന്റെയും, ഷേം നോഹയുടെയും, നോഹ ലാമെക്കിന്റെയും പുത്രൻ. ലാമെക്ക് മെത്തുസലഹിന്റെയും, മെത്തുസലഹ് ഹെനോക്കിന്റെയും,
ഹെനോക്ക് യാരദിന്റെയും യാരദ് മഹലലേലിന്റെയും മഹലലേൽ കൈനാന്റെയും പുത്രൻ. കൈനാൻ ഏനോസിന്റെയും ഏനോസ് സേത്തിന്റെയും സേത്ത് ആദത്തിന്റെയും ആദം ദൈവത്തിന്റെയും പുത്രൻ. ദൈവവചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.